മീൻ വാല്യൂ തിയറം. ഓക്കെ, നമ്മൾ ഓൾറെഡി ഡെറിവേറ്റീവ്സിൽ മീൻ വാല്യൂ തിയറം എന്തുവാന്നും അതിന്റെ റെലവൻസ് എന്താണെന്നും ക്ലിയർ കട്ടായിട്ട് പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിന് വേണ്ടി നമ്മൾ ചെറിയ കുഞ്ഞൊരു മിനി സീരീസ് പോലെ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇന്റഗ്രൽസ് വന്നാലും നമുക്കൊരു മീൻ വാല്യൂ തിയറം പറയാൻ പറ്റും. അത് ഞാൻ അതിന്റെ ഏറ്റവും ലാസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. വേറൊരു കാര്യം പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇന്റഗ്രൽസിലോട്ടൊക്കെ കാരണം ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്. ഞാൻ ഇന്റഗ്രൽസ് കയറിയൊക്കെ പറയാം. ഓക്കെ, അപ്പം നമ്മുടെ ഡെറിവേറ്റീവ് കണ്ട് നമ്മുടെ മീൻ വാല്യൂ തിയറം എന്താ? ഒരു ഒരു ഗ്രാഫ് എടുത്താലോ. ഓക്കെ, ഇതാണ് നമ്മുടെ കർവ്. ഈ കർവിനെ നമുക്ക് എഫ് ഓഫ് എക്സ് എന്ന് വിളിക്കാം. നമുക്ക് 2 പോയിന്റ് ഉണ്ട്, എയും ബിയും. നമ്മുടെ എ തൊട്ട് ബി വരെയുള്ള ഇന്റർവെല്ലിൽ എന്തായിരിക്കും ഈ കർവ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ എ തൊട്ട് ബി വരെയുള്ള ഇന്റർവെല്ലിൽ ഡിഫറൻഷ്യബിളും ആയിരിക്കും. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, എയിലും ബിയിലും ഡിഫറൻഷ്യബിൾ ആവണമെന്നില്ല. പക്ഷെ എ കഴിഞ്ഞിട്ടുള്ള എല്ലാ പോയിന്റും ബിക്ക് തൊട്ട് മുമ്പ് വരെയുള്ള എല്ലാ പോയിന്റും അവർ ഡിഫറൻഷ്യബിളും ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ എയുടെയും ബിയുടെ ഇടയ്ക്ക് എവിടെയെങ്കിലും ഒരിടത്ത് സി എന്ന് പറയുന്ന ഒരു പോയിന്റ് കാണും. അതിന്റെ സി എന്ന് പറയുന്ന പോയിന്റിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ, സി എന്ന് പറയുന്ന പോയിന്റിലെ സ്ലോപ്പ് എന്ന് പറയുന്നത് നമ്മുടെ എ തൊട്ട് ബി വരെയുള്ള ഈ കർവിന്റെ ആവറേജ് സ്ലോപ്പിനോട് സെയിം ആയിരിക്കും. മനസ്സിലായോ? നമ്മൾ ഓൾറെഡി ഒരുപാട് വട്ടം പറഞ്ഞു വന്നിട്ടുള്ള, അതുകൊണ്ട് ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഞാൻ ജസ്റ്റ് അതിന്റെ ഒരു ഓവർവ്യൂ തന്നു വന്നേ ഉള്ളൂ. ഓക്കെ, ഇപ്പൊ നമുക്ക് നമ്മുടെ മീൻ വാല്യൂ തിയറത്തിലോട്ട് വരാം. അത് പറയുന്നതിന് മുമ്പ് ആക്ച്വലി നമ്മൾ എന്താണ് തൊട്ട് മുമ്പേ നമ്മുടെ 2 ഫണ്ടമെന്റൽ തിയറി ഓഫ് കാൽക്കുലസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും കൂടെ വെച്ചിട്ടാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. നമ്മൾ ഫസ്റ്റ് എടുക്കാൻ പോവാം. ഇഫ് എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു സ്മോൾ എഫ് ഓഫ് എക്സ്. അതായത് ബേസിക്കലി എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷന്റെ പേര് എന്താണെന്ന് ചോദിച്ചാൽ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്ന. ആ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവ് എടുത്താൽ നമുക്ക് കിട്ടുന്ന ഒരു വാല്യൂ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ ആണ് സ്മോൾ എഫ് ഓഫ് എക്സ്. അതായത് നമ്മൾ പഠിച്ചേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇന്റഗ്രൽ ഓഫ് എഫ് ഓഫ് എക്സ് ഡി എക്സ് ഫ്രം എ ടു ബി എന്ന് പറയുന്നത് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ. അതായത് വേറൊന്നുമില്ല, ഫസ്റ്റ് ഫണ്ടമെന്റൽ റൂൾ ഓഫ് കാൽക്കുലസ്, ഫസ്റ്റ് ഫണ്ടമെന്റൽ തിയറി ഓഫ് കാൽക്കുലസ് അത് തന്നെ ഇത്. അതായത് നമ്മൾ ഒരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എടുത്താൽ നമുക്കൊരു വാല്യൂ കിട്ടുമെങ്കിൽ ആ വാല്യൂവിന്റെ ഇന്റഗ്രൽ എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ആ ഫംഗ്ഷനെ തിരിച്ചു കിട്ടും. ആൻഡ് ഇവിടെ ഒരു ലിമിറ്റ് ഉണ്ട്, ഒരു ബൗണ്ട് ഉണ്ടല്ലോ. ഇവിടുത്തെ ലോവർ ബൗണ്ട് എയും ബിയും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആ എക്സിന് പകരം എനെയും ബിനെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ എന്ന് കിട്ടിയിട്ട് എന്താ എങ്ങനെ വന്നു എന്നുള്ളത് നമ്മൾ ക്ലിയർ കട്ടായിട്ട് കണ്ടിട്ടുണ്ട്. അതായത് ബേസിക്കലി നമ്മുടെ ഫസ്റ്റ് ഫണ്ടമെന്റൽ റൂൾ ഓഫ് കാൽക്കുലസ്. ഓക്കെ, ഇനി ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോ. എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ അതിന് നമുക്ക് ഡിഫറൻസ് ആയിട്ട് കൺസിഡർ ചെയ്താലോ, ഡെൽറ്റ എഫ് എന്ന് വിളിക്കാൻ വേണമെങ്കിൽ. ഓക്കെ, അതായത് ക്യാപിറ്റൽ എഫ് ഓഫ് ബി മൈനസ് ക്യാപിറ്റൽ എഫ് ഓഫ് എ നമുക്ക് എന്ത് വിളിക്കാം? ഡെൽറ്റ എഫ് എന്ന് വിളിക്കാം. ആൻഡ് ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ ബി ടു എ. അതാരാ? നമ്മൾ ഓൾറെഡി പറഞ്ഞ നമുക്കൊരു ഇന്റർവെൽ ഉണ്ട് ബി തൊട്ട് എ വരെ. അല്ലെങ്കിൽ അതാ നോക്ക്, നമ്മുടെ ഈ അപ്പർ ബൗണ്ട് തൊട്ട് ലോവർ ബൗണ്ട് വരെ. ബേസിക്കലി അപ്പർ ബൗണ്ട് തൊട്ട് ലോവർ ബൗണ്ട് തൊട്ട് അപ്പർ ബൗണ്ട് വരെ ഉണ്ട് എന്ന് നമ്മൾ ഈ കാണിക്കുന്ന വാല്യൂ എന്ന് വെച്ചാൽ ജോമെട്രിക്കലി റെപ്രസെന്റ് ചെയ്യാനാണെങ്കിൽ ആ ഏരിയ അണ്ടർ ദ കർവിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എ തൊട്ട് എൻഡ് ചെയ്യുന്ന ബി വരെ. അത് തന്നെ അതിന്റെ ജോമെട്രിക്കൽ റെപ്രസെന്റേഷൻ. അപ്പൊ നമുക്ക് ഇവിടെ കണ്ടില്ലേ, എക്സ് ആക്സിസിൽ തന്നെ ആണല്ലോ അവരും കിടക്കുന്നത്. ഓക്കെ, ഓൾറെഡി ഇതൊക്കെ എങ്ങനെ വന്നെന്നുള്ള ഇന്റഗ്രൽസിലൊക്കെ ക്ലിയർ കട്ടായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഡെൽറ്റ എക്സ് നമുക്ക് ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞിട്ട് ബി മൈനസ് ഐ എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ എഫ് ബൈ ഡെൽറ്റ എക്സ് എന്ത് കിട്ടും നമുക്ക്? ഡെൽറ്റ എഫ് ബൈ ഡെൽറ്റ എക്സ് എടുത്താൽ, അതായത് ക്യാപിറ്റൽ എഫ് ഓഫ് ബി മൈനസ് ക്യാപിറ്റൽ എഫ് ഓഫ് എ ഡിവൈഡ് ബൈ ബി മൈനസ് എ എന്ന് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഈ 1 ബൈ ബി മൈനസ് എ വെളിയെടുത്താൽ ഇന്റഗ്രൽ ഓഫ് എഫ് ഓഫ് എക്സ് ഡി എക്സ് ഫ്രം എ ടു ബി. ആണ്ടേ, കാരണം നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ലോ ഓഫ് കാൽക്കുലസ് വെച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ, എഫ് ഓഫ് ക്യാപിറ്റൽ എഫ് ഓഫ് ബി മൈനസ് ക്യാപിറ്റൽ എഫ് ഓഫ് എ എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ ഓഫ് സ്മോൾ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഫ്രം എ ടു ബി ആണെന്ന്. ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, ഇതൊരു ആവറേജിന്റെ ഇക്വേഷൻ അല്ലേ? അതായത് ഇപ്പൊ എങ്ങനെ പറയണമെന്ന് വെച്ചാണ്ടേ, ഈ എക്സാക്ട് സാധനം എന്താ? ഇന്റഗ്രൽ ഓഫ് എഫ് ഓഫ് എക്സ് ഡി എക്സ് ഫ്രം എ ടു ബി. അതാണ് ഈ ഗ്രാഫ്. ഈ നീല പാർട്ട് എന്ന് പറഞ്ഞാൽ അത് തന്നെ. അതായത് ഈ കാണുന്നതാണ് നമ്മുടെ എഫ് ഓഫ് എക്സ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഒരുപാട് കൊച്ചു റെക്ടാങ്കിളുകളാക്കി മുറിച്ച്, അപ്പൊ ഓരോ റെക്ടാങ്കിളിന്റെയും
ഏരിയ കണ്ടുപിടിച്ചിട്ട് ആ ഏരിയ എല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ ഹോൾ പാർട്ടിന്റെ ഏരിയ കിട്ടും. ഈ ഓരോ റെക്ടാങ്കിളിന്റെ ഏരിയ എന്തോന്നാ? അവളുടെ കറസ്പോണ്ടിങ് ഹൈറ്റ് അതെന്തോന്നാ? എഫ് ഓഫ് എക്സ് ഇൻറ്റു വിഡ്ത്ത് എന്ത്? ഡി എക്സ്. അപ്പം എഫ് ഓഫ് എക്സ് ഡി എക്സ്. അപ്പൊ എന്ത് ചെയ്യണം? ആ എല്ലാ എഫ് ഓഫ് എക്സ് ഡി എക്സുകളെ സം ചെയ്യണം. എന്താ? സം ഓഫ് എഫ് ഓഫ് എക്സ് ഡി എക്സ്. എവിടം തൊട്ട് എവിടം വരെ? ഫ്രം എ ടു ബി. ആണ്ടെ, ഫ്രം എ ടു ബി. സോ എക്സാക്ട്ലി ഈ കാണുന്ന ഇക്വേഷൻ ആണ് നമ്മൾ ഈ കാണുന്ന ഗ്രാഫിക്കലി ചെയ്തു വെച്ചിരിക്കുന്നത്. ഇനി അതിന്റെ എന്താ പറയുന്നത്? ബി മൈനസ് എ. ബി മൈനസ് എ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താ? ദാ ഇവിടം തൊട്ട് ഇവിടം വരെ മൈനസ് ചെയ്യുന്ന വാല്യൂ. അതായത് ബേസിക്കലി പറഞ്ഞാൽ ഇതൊരു ആവറേജിന്റെ ഫോർമുല പോലെ. ആവറേജ് എന്താ നമ്മൾ പറയുന്നത്? ടോട്ടൽ ക്വാണ്ടിറ്റി ഡിവൈഡഡ് ബൈ നമ്പർ. അങ്ങനെയല്ല നമ്മൾ യൂഷ്വലി ഒരു ആവറേജിന്റെ ഇക്വേഷൻ പറഞ്ഞാൽ നമ്മൾ എന്താ പറയുന്നത്? ടോട്ടൽ ക്വാണ്ടിറ്റി മീൻസ് ടോട്ടൽ വാല്യൂ ഡിവൈഡ് ബൈ നമ്പർ. ഓക്കെ, ഇപ്പം എന്താ പറയാ, എൻ്റെ അടുത്ത് സ്കൂളിൽ 10 സ്റ്റുഡൻസ് ഉണ്ട്. 10 സ്റ്റുഡൻസിനും പല മാർക്കുകളാണ് കിട്ടിയത്. ചില ആൾക്കാർക്ക് 100 ടോട്ടൽ മാർക്ക്, ചിലർക്ക് 80 കിട്ടിയിട്ടുണ്ടായിരിക്കും, 70 കിട്ടിയിട്ടുണ്ടായിരിക്കാം, 30 കിട്ടിയിട്ടുണ്ടായിരിക്കാം, 10 കിട്ടിയിട്ടുണ്ടായിരിക്കാം, 0 കിട്ടിയിട്ടുണ്ടായിരിക്കാം. അപ്പൊ ക്ലാസിന്റെ ആവറേജ് മാർക്ക് എത്രയാണെന്ന് ചോദിച്ചാൽ എല്ലാ സ്റ്റുഡൻസിന്റെയും മാർക്ക് ഡിവൈഡഡ് ബൈ എത്ര സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, അതാണല്ലോ ആക്ച്വലി ആവറേജ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ്. ഇവിടുത്തെ എന്തിന്റെ ആവറേജാ? എഫ് ഓഫ് എക്സിന്റെ ആവറേജ്. അതും മറക്കില്ലേ? ഓക്കെ, അതായത് ഇത് കിടക്കുന്ന ഒരു എഫ് ഓഫ് എക്സിന്റെ ആവറേജ് ഫോർമുല അല്ല. എഫ് ഓഫ് എക്സിന്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് നോക്ക്, ഓക്കെ, ഈ കാണുന്ന കർവിന്റെ ആവറേജ്. ഓക്കെ, അതെങ്ങനെ വന്നു എന്ന് കാണിച്ചു തരാം. അതായത് നമുക്കറിയാം നമ്മൾ എന്താണ് പറയാൻ പോകുന്നത്? ആവറേജ് ഓഫ് എഫ് ഓഫ് എക്സ് എന്നാണ് പറയാൻ പോകുന്നത്. ആവറേജ് ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? സം ഓഫ് ഹൈറ്റ്സ് ഡിവൈഡ് ബൈ എൻ. അപ്പൊ ചോദിക്കും സം ഓഫ് ഹൈറ്റ്സ് എങ്ങനെയെന്ന് ചോദിക്കല്ലേ. അതായത് ഇവിടെ ഈ ഗ്രാഫ് എടുത്താൽ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ആ കറസ്പോണ്ടിങ് പോയിന്റിലെ ഹൈറ്റ് ആണ് കാണിക്കുന്നത്. ഓക്കെ, ഇവിടുത്തെ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഈ കറസ്പോണ്ടിങ് പോയിന്റിലെ ഹൈറ്റ്, ഇവിടുത്തെ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഈ കറസ്പോണ്ടിങ് പോയിന്റിലെ ഹൈറ്റ്, അതായത് വൈ വാല്യൂ. നമ്മളിവിടെ റെക്ടാങ്കിളിന്റെ കേസ് പറയുന്നതുകൊണ്ട് ഇവിടെ ഹൈറ്റ് എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ പോയിന്റിൽ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടുത്തെ ഹൈറ്റ്, കറസ്പോണ്ടിങ് ഹൈറ്റ്. ഓക്കെ, അപ്പൊ മനസ്സിലായല്ലോ സം ഓഫ് ഹൈറ്റ്സ് എന്താണ്. ഇനി ആവറേജ് വാല്യൂ ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ആ സം ഓഫ് ഹൈറ്റ്സ് ഡിവൈഡ് ബൈ ടോട്ടൽ എൻ. ഓക്കെ, പക്ഷെ നമുക്ക് വേറൊരു കാര്യം അറിയാം, ഏരിയ. ഏരിയ എന്തോന്നാ? സം ഓഫ് ഹൈറ്റ് ഇൻറ്റു വിഡ്ത്ത്. അതെന്തോന്നാ? നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞു വെച്ചേക്കുന്നത് ഇന്റഗ്രൽ ഓഫ് എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? സം ഓഫ് ഹൈറ്റ് ഇൻറ്റു വിഡ്ത്ത്. അതായത് ബേസിക്കലി ഈ കാണുന്ന എന്താണ് ഹോൾ പാർട്ടിന്റെ ഏരിയ എന്താണെന്ന് ചോദിച്ചാൽ ഈ കാണുന്ന ഓരോ കൊച്ചു കൊച്ചു റെക്ടാങ്കിളുകളുടെയും ഏരിയ കണ്ടുപിടിച്ച് സമ്മപ്പ് ചെയ്യണമെന്നല്ലേ വന്നത്. അപ്പൊ ഈ കാണുന്ന ഓരോ റെക്ടാങ്കിളിന്റെ ഏരിയ എന്തോന്നാ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഇവിടുത്തെ ലെങ്ത് എന്തോന്നാ? ഡി എക്സ്. ബ്രെഡ്ത്ത് എന്തോന്നാ? അല്ലെ ഹൈറ്റ് എന്തോന്നാ? എഫ് ഓഫ് എക്സ്. ഓക്കെ, അപ്പൊ ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? സം ഓഫ് ഹൈറ്റ് ഇൻറ്റു ലെങ്ത്, അല്ലെങ്കിൽ ഹൈറ്റ് ഇൻറ്റു വിഡ്ത്ത്. മനസ്സിലായല്ലോ? അപ്പൊ ഏരിയ എന്ന് പറഞ്ഞാൽ സം ഓഫ് ഹൈറ്റ് ഇൻറ്റു വിഡ്ത്ത്. പക്ഷെ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്, ഇവിടെ എല്ലാവരുടെയും വിഡ്ത്ത് സെയിമാ. എന്തോന്ന്? ഡി എക്സ് അല്ലെങ്കിൽ ഡെൽറ്റ എക്സ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആ ഡെൽറ്റ എക്സിനെ ഇങ്ങനെ വെളിയിടുക. അപ്പൊ എന്തോന്നാ? സം ഓഫ് ഹൈറ്റ്സ് ഇൻറ്റു ഡെൽറ്റ എക്സ് എന്ന് മാത്രം. മനസ്സിലായ? അപ്പൊ എന്തെടുക്കുക? നമുക്കത് ഈ സം ഓഫ് ഹൈറ്റ്സിനെ റീഅറേഞ്ച് ചെയ്ത് ഇങ്ങനെ എഴുതാം. സം ഓഫ് ഹൈറ്റ്സ് ഈക്വൽ ടു ഏരിയ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് എന്ന് എഴുതാം. ഓക്കെ, ഇനി ആവറേജ് എന്തോന്നാ നമ്മൾ പറഞ്ഞത്? ഇവിടെ സം ഓഫ് ഹൈറ്റ്സ് ഡിവൈഡ് ബൈ എൻ അല്ലേ. ഇപ്പൊ നമ്മളിവിടെ സം ഓഫ് ഹൈറ്റ്സിനെ എന്ത് കണ്ടുപിടിച്ചു? ഏരിയ ഡിവൈഡ് ബൈ ഡെൽറ്റ എക്സ്. അപ്പൊ ആവറേജ് എന്തോന്നാ? ഏരിയ ഡിവൈഡ് ബൈ ഡെൽറ്റ എക്സ് ഡിവൈഡ് ബൈ എൻ. എൻ എന്തോന്നാ? ടോട്ടൽ. നമുക്ക് ഇതിനെ റീഅറേഞ്ച് ചെയ്ത് ഏരിയ ഡിവൈഡ് ബൈ എൻ ഇൻറ്റു ഡെൽറ്റ എക്സ് എന്ന് എടുക്കാം. എൻ ഇൻറ്റു ഡെൽറ്റ എക്സ് എന്താ ബേസിക്കലി തരിക? ഇവിടെ എൻ എന്താ? എൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് റെക്ടാങ്കിൾസ്, ചെറിയ റെക്ടാങ്കിൾസ്. മനസ്സിലായ? ഓക്കെ, നമ്മൾ ആവറേജ് ഓഫ് എഫ് ഓഫ് എക്സ് ആണല്ലോ കണ്ടുപിടിക്കുന്നത്. ഒരുപാട് ചെറിയ പീസുകളാക്കി മുറിച്ചാൽ നമ്മൾ ഈ സം ഓഫ് ഹൈറ്റ്സ് ആണല്ലോ മേലെടുത്തത്. സം ഓഫ് ഹൈറ്റ്സ് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് എത്ര ആയിട്ടാണ് മുറിച്ചേക്കുന്നതിന്. ഓക്കെ, ഇവിടെ എത്ര നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ആക്കിയ റെക്ടാങ്കിൾസ് ആക്കിയാ മുറിച്ച് വെച്ചേക്കുന്നത്. ട്രയാങ്കിൾസ് അല്ല, റെക്ടാങ്കിൾ. ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു പോകുന്നുണ്ട് പുല്ല്. ഓക്കെ, എത്ര നമ്പർ ഓഫ് റെക്ടാങ്കിൾസ് ആക്കിയാ മുറിച്ചേക്കുന്നതിന്. അപ്പൊ നമുക്ക് എന്താ കിട്ടിയ? ആവറേജ് ഈക്വൽ ടു ഏരിയ ഡിവൈഡ് ബൈ എൻ ഇൻറ്റു ഡെൽറ്റ എക്സ്. ഈ എൻ ഇൻറ്റു ഡെൽറ്റ എക്സ് എന്തോന്ന് കണ്ടിട്ടുണ്ടോ?
അതായത് n ഇൻറ്റു ഡെൽറ്റ എക്സ് എന്താ മീൻ ചെയ്യുന്നത്? n എന്ന് പറഞ്ഞാൽ എത്ര നമ്പർ ഉണ്ട് ഇൻറ്റു ഡെൽറ്റ എക്സ്. ഈ ഓരോ റെക്റ്റാങ്കിളിന്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എക്സ് ആണ്. അപ്പം n നമ്പർ ഓഫ് റെക്റ്റാങ്കിൾസിന്റെ വിഡ്ത്ത് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ഈ കാണുന്ന എൻ്റെ ഏരിയ കിട്ടൂല്ലേ? അത് മനസ്സിലായില്ലേ? ഈ ഓരോ റെക്റ്റാങ്കിളിന്റെ ഏരിയ ഡെൽറ്റ എക്സ് ആണെങ്കിൽ ഈ ഇവിടെ n നമ്പർ ഓഫ് റെക്റ്റാങ്കിൾസ് ഉണ്ടെങ്കിൽ n ഇൻറ്റു ഡെൽറ്റ എക്സ് എടുത്താൽ ഈ എ തൊട്ട് ഈ ബി വരെയുള്ള ലെങ്ത് കിട്ടും. അത് ബേസിക്കലി എന്താ വെച്ചാൽ ബി മൈനസ് എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ്. അപ്പോൾ എന്തോ ഈ n ഇൻറ്റു ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് എന്തോ ബി മൈനസ് എന്നോ. അപ്പൊ ആവറേജ് എന്താ ഇവിടെ ആക്ച്വലി ഏരിയ ഡിവൈഡ് ബൈ ബി മൈനസ് എന്ന് കിട്ടും അല്ലേ? എന്ത് ഏരിയ ഡിവൈഡ് ബൈ ബി മൈനസ് എ. ഇവിടെ എന്താ കാണുന്നത്? എന്താന്നാ പറഞ്ഞത്? ഏരിയ ഓക്കെ ഡിവൈഡഡ് ബൈ ബി മൈനസ് എ. സോ ഇതെന്താണ് ആക്ച്വലി ആവറേജ് വാല്യൂ ഓഫ് എഫ് ഓഫ് എക്സ്. അതാണ് നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായ? ഇനി എന്താണ് ഡെൽറ്റ എഫ് ഡിവൈഡ് ബൈ ഡെൽറ്റ എക്സ് ആണ് എന്ത് ആവറേജ് ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡെൽറ്റ എഫിനെ എങ്ങനെ എഴുതാം? ഡെൽറ്റ എഫ് ഈക്വൽ ടു ആവറേജ് ഓഫ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡെൽറ്റ എക്സ് എന്ന് എഴുതാം. മനസ്സിലായ? അതിന്റെ ഓൾറെഡി നമുക്കറിയാം എഫ് ഓഫ് എക്സ് എന്തോന്ന് എഫ് ഡാഷ് ഓഫ് എക്സ് ആ. അത് നമ്മൾ ഓൾറെഡി വന്നിട്ടുണ്ട്. ഇഫ് എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. അപ്പൊ നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാം. ഇനി ഈ കാണുന്നത് എന്താ പറയുന്നതെന്ന് പറയാം. ഓക്കെ, നമ്മളവിടെ മീൻ വാല്യൂ തിയറത്തിന്റെ ആക്ച്വൽ വിഷ്വൽ ഇന്റർപ്രിട്ടേഷൻ നമ്മുടെ ഡെറിവേറ്റീവ് നടത്തിയില്ല. അതുപോലെ ഇന്റഗ്രേഷനിൽ ഒരു എന്താണ് നമുക്കൊരു വിഷ്വൽ ഇന്റർപ്രിട്ടേഷൻ നടത്താം. അത് നടത്തുന്നതിന് മുമ്പ് പറഞ്ഞു ഇത് ഇപ്പൊ ജസ്റ്റ് ഒന്ന് ഓർമ്മ വെച്ചാൽ മതി. ഓക്കെ, നമുക്കത് ഈ ഇക്വേഷനെ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാം. ഡെൽറ്റ ഡിവൈഡ് ബൈ ഡെൽറ്റ എക്സ് ഈക്വൽ ടു 1/BA ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് എഫ് ഓഫ് എക്സ് ഡി എക്സ് ഫ്രം എ ടു ബി, അതായത് ആവറേജ് ഓഫ് എഫ് ഓഫ് എക്സ്. അതെന്താ തരുന്നതെന്ന് വെച്ചാൽ പറഞ്ഞുതരാം. അതായത് നമ്മൾ ഡെറിവേറ്റീവിൽ ഒരു മീൻ വാല്യൂ തിയറം പഠിച്ചു ഓർമ്മയുണ്ടോ? അവിടെ നമ്മൾ ക്ലിയർ കട്ടായിട്ട് ഒരു സാധനം പ്രൂവും ചെയ്തിട്ടുണ്ടോ? അതായത് എയുടെയും ബിയുടെയും ഇടയിൽ ഒരു പോയിന്റ് ഉണ്ട് സി. ഓക്കെ, ആൻഡ് ആ സിയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ആ സി എന്ന് പറയുന്ന പോയിന്റിലെ സ്ലോപ്പ് എടുത്താൽ അത് ആ ഫംഗ്ഷന്റെ ആവറേജ് സ്ലോപ്പിനോട് സെയിം ആയിരിക്കും. എവിടെ? എ തൊട്ട് ബി വരെയുള്ള ഇന്റർവെല്ല്. ഇതാണ് നമ്മൾ ഡെറിവേറ്റീവ് പറഞ്ഞത്. അപ്പൊ എന്താ പറഞ്ഞത്? ഈ ബിയുടെയും എയുടെയും ഇടയിൽ ആക്ച്വലി സി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട് എന്ന് മീൻ വാല്യൂ തിയറം പറയുന്നുണ്ട്. അതായത് ആക്ച്വലി ഈ എയുടെയും ഈ ബിയുടെയും ഇടയ്ക്ക്, അതായത് എ എന്ന് പറയുന്ന പോയിന്റിന്റെ ബി എന്ന് പറയുന്ന പോയിന്റിന്റെ ഇടയ്ക്ക് എവിടോ സി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട് എന്ന് മീൻ വാല്യൂ തിയറം ഇവിടെ ഡെറിവേറ്റീവ് പ്രൂവ് ചെയ്തത് നമുക്കൊരു ഉറപ്പ് വരുന്നുണ്ട്. ഓക്കെ, ഇനി ശ്രദ്ധിച്ച് നോക്കണം. ഇവിടെ ഡെൽറ്റ എഫ് ഡിവൈഡ് ബൈ ഡെൽറ്റ എക്സ് കണ്ടോ? ഈക്വൽ ടു എന്തോ നമ്മൾ എഴുതി വെച്ചേക്കുന്നത് ക്യാപിറ്റൽ എഫ് ഓഫ് ബി മൈനസ് ക്യാപിറ്റൽ എഫ് ഓഫ് എ ഡിവൈഡ് ബൈ ബി മൈനസ് എന്നല്ലേ നമ്മൾ എഴുതിയേക്കുന്നത്. ഈ ഇക്വേഷൻ അല്ലെ ഇയാളെ നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഒന്ന് ഓർത്ത് നോക്കാവോ? ഒന്ന് ശ്രദ്ധിച്ച് നോക്കാവോ? ഇതിനെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? മറക്കാൻ വഴിയില്ലല്ലോ. ഇതല്ലേ മീൻ വാല്യൂ തിയറത്തിന്റെ ഇക്വേഷൻ. മറന്നുപോയാ? കാണിച്ചു തരാം. റൈറ്റ് സൈഡിലെ പാർട്ട് കണ്ടോ? സ്മോൾ എഫ് ഓഫ് ബി മൈനസ് സ്മോൾ എഫ് ഓഫ് എ ഡിവൈഡ് ബൈ ബി മൈനസ് എ. എക്സാക്ട്ലി ഈ സാധനം തന്നെയല്ലേ ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. ആകെപ്പാടെ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. ഇവിടെ സ്മോൾ എഫ് ആണെങ്കിൽ ഇവിടെ ക്യാപിറ്റൽ എഫ്. അതിന്റെ കാരണം എന്താ? ഇവിടുത്തെ നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ സ്മോൾ എഫ് ഓഫ് എക്സ് ആ. ഇവിടെ അതിന് വരെ നമ്മൾ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എടുത്താൽ അതിന്റെ മീൻ വാല്യൂ തിയറം ഇങ്ങനെ ഇരിക്കും. ഓക്കെ, അത്രേ ഉള്ളു. ആൻഡ് ഇവിടെ എന്താ കണ്ടത്? സ്മോൾ എഫ് ഓഫ് ബി മൈനസ് സ്മോൾ എഫ് ഓഫ് എ ഡിവൈഡ് ബൈ ബി മൈനസ് എ നമുക്ക് എന്താ തരുന്നത്? സ്മോൾ എഫ് ഡാഷ് ഓഫ് സി. അങ്ങനെ ആണെങ്കിൽ ക്യാപിറ്റൽ എഫ് ഓഫ് ബി മൈനസ് ക്യാപിറ്റൽ എഫ് ഓഫ് എ ഡിവൈഡ് ബൈ ബി മൈനസ് എ നമുക്ക് ക്യാപിറ്റൽ എഫ് ഡാഷ് ഓഫ് സി തരും അല്ലേ? അതല്ലേ മീൻ വാല്യൂ തിയറം പറയുന്നത്. സോ ആക്ച്വലി 1 ഡിവൈഡ് ബൈ ബി മൈനസ് എ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് എഫ് ഓഫ് എക്സ് ഡി എക്സ് ഫ്രം എ ടു ബി എന്ന് പറയുന്നത് ഈക്വൽ ടു ക്യാപിറ്റൽ എഫ് ഡാഷ് ഓഫ് സി ആണ്. കണ്ടേ? ക്യാപിറ്റൽ എഫ് ഡാഷ് ഓഫ് സി ഈക്വൽ ടു എഫ് ഓഫ് സി ഈക്വൽ ടു 1 divided by b minus a into integral of f of x dx from a to b. Capital F dash of c equal to ഈ സ്മോൾ എഫ് ഓഫ് സി ആയത് എങ്ങനെയാണെന്ന് ചോദിക്കല്. അത് നമ്മളിവിടെ ഓൾറെഡി വന്നിട്ടുണ്ട്. ഇഫ് ക്യാപിറ്റൽ എഫ് ഓഫ് എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു
എഫ് ഓഫ് എക്സ് ആണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഇവിടെ എക്സിന് വരെ സി ഇട്ട് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ക്യാപിറ്റൽ എഫ് ഡാഷ് ഓഫ് സി എന്ന് പറയുന്നത് സ്മോൾ എഫ് ഓഫ് സി ആവും. ഓക്കെ, അത്രേ ഉള്ളൂ. അതായത് നമുക്ക് ഫൈനലി കിട്ടിയ എന്താ, എഫ് ഓഫ് സി ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ ബി മൈനസ് എ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് എഫ് ഓഫ് എക്സ് ഡി എക്സ് ഫ്രം എ ടു ബി. ഇതാണ് ഇന്റഗ്രലിന്റെ മീൻ വാല്യൂ തിയറത്തിന്റെ ഇക്വേഷൻ. ഈ കാണുന്നതാണ് നമ്മുടെ ഡെറിവേറ്റീവിന്റെ മീൻ വാല്യൂ തിയറം ഇക്വേഷൻ എങ്കിൽ ഈ കാണുന്നതാണ് നമ്മുടെ ഇന്റഗ്രലിന്റെ മീൻ വാല്യൂ തിയറം ഇക്വേഷൻ. ആൻഡ് ഇവിടാണ് ഒരു പ്യുവർ മാജിക് ഒളിച്ചു കിടപ്പുണ്ട്, ഒരു ട്രൂ ബ്യൂട്ടി. മനസ്സിലായ? ഡെറിവേറ്റീവിന്റെ ഇന്റഗ്രലിന്റെ മീൻ വാല്യൂ തിയറത്തിന്റെ പ്രത്യേകത. അതായത് ഈ രണ്ട് കാര്യങ്ങളും നമ്മളോട് രണ്ട് കാര്യം വിളിച്ച് പറയുന്നത്. ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. അതായത് അവിടെ ഡെറിവേറ്റീവിന് തരാൻ പറ്റാതിരുന്ന ഒരു സാധനം ഇവിടെ ഇന്റഗ്രൽ നമ്മളെ വിളിച്ച് കാണിച്ചിട്ടുണ്ട്. എന്താണെന്ന് ആർക്കെങ്കിലും മനസ്സിലായ? അതായത് നിങ്ങളുടെ ഇക്വേഷൻ നോക്ക്. ഇവിടെ നമുക്ക് ഡെറിവേറ്റീവിന്റെ മീൻ വാല്യൂ തിയറം എന്താ പറയുന്നത്? ഈ പറയുന്ന എയും ബിയും എന്ന് പറഞ്ഞൊരു ഇന്റർവെൽ എടുത്താൽ, ഓക്കെ, അതിന്റെ അകത്ത് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. ഓക്കെ, ആദ്യം ഇത് പറയാം. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട് നമുക്കെങ്കിൽ അതിന്റെ എയുടെയും ബിയുടെയും ഇടയ്ക്കുള്ള ഇന്റർവെൽ എടുത്താൽ ഇവിടെ എവിടോ സി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. ആൻഡ് ആ സി എന്ന് പറയുന്ന പോയിന്റിലെ സ്ലോപ്പ് എടുത്താൽ അത് ഈ കാണുന്ന എൻ്റർ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷന്റെ ആവറേജ് സ്ലോപ്പിനോട് സെയിം ആയിരിക്കും എവിടെ, എയും ബിയും ഇന്റർവെല്ലില്. ഓക്കെ, ഫുൾ എഫ് ഓഫ് എക്സിന്റെ അല്ല, എഫ് ഓഫ് എക്സിന്റെ, പക്ഷേ എയുടെയും ബിയുടെയും ഇടയിലുള്ള ഇന്റർവെല്ലിന്റെ കാര്യം ഞാൻ പറയുന്നത്. ഓക്കെ, അതായത് ബേസിക്കലി നമുക്ക് ഡെറിവേറ്റീവ് ഇവിടെ എന്താ പറയുന്നതെന്ന് ചോദിച്ചാൽ സി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. പക്ഷെ ആ സി എന്ന് പറയുന്ന പോയിന്റിലെ ഡെറിവേറ്റീവ് എടുത്താൽ, അല്ലെ സി എന്ന് പറയുന്ന പോയിന്റിലെ സ്ലോപ്പ് എന്ന് പറയുന്നത് ഫുൾ ആ എഫ് ഓഫ് എക്സിന്റെ സ്ലോപ്പിന്റെ ആവറേജ് ആയിരിക്കും എന്നാ. ഓക്കെ, ഇന്റർവെൽ എപ്പോഴും മറക്കല് എ ടു ബി. അതായത് നമ്മളോട് പറയുന്നത് എന്താ, നമ്മളോട് ഇവിടെ ആക്ച്വലി ഡെറിവേറ്റീവിന്റെ മീൻ വാല്യൂ തിയറം എഫ് ഡാഷ് ഓഫ് സിയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഓക്കെ, സി എന്ന് പറയുന്ന പോയിന്റിലെ വൈ വാല്യൂവിനെ കുറിച്ചല്ല, സി എന്ന് പറയുന്ന പോയിന്റിലെ വൈ വാല്യൂവിന്റെ സ്ലോപ്പിനെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങളത് ശ്രദ്ധിച്ചില്ലേ? മീൻ വാല്യൂ തിയറം നമ്മുടെ അടുത്ത് ആക്ച്വലി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു പോയിന്റ് ഉണ്ട്, എക്സ് എന്ന് പറയുന്നൊരു പോയിന്റ്, സി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. ആ സി എന്ന് പറയുന്ന പോയിന്റിലെ കറസ്പോണ്ടിങ് വൈ വാല്യൂ എഫ് ഓഫ് സി ആയിരിക്കും. ആ എഫ് ഓഫ് സിയിലെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ എയുടെയും ബിയുടെയും ഇടയിലുള്ള ഇന്റർവെല്ലിന്റെ ആവറേജ് സ്ലോപ്പിനോട് സെയിം ആയിരിക്കും. പക്ഷെ ഇവിടെ നമ്മളോട് ഇന്റഗ്രൽ എന്താ പറയുന്നത് അറിയോ? ഇന്റഗ്രൽ നമ്മുടെ അടുത്ത് എഫ് ഓഫ് സിയെ കുറിച്ചാണ് പറയുന്നത്. ശ്രദ്ധിച്ചില്ലേ? അതായത് മീൻ വാല്യൂ തിയറം ഫോർ ഡെറിവേറ്റീവ് നമ്മുടെ അടുത്ത് എഫ് ഡാഷ് ഓഫ് സിയെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ മീൻ വാല്യൂ തിയറം ഫോർ ഇന്റഗ്രൽ നമ്മളോട് എഫ് ഓഫ് സി എന്നാണ് പറയുന്നത്. അതായത് ബേസിക്കലി മീൻ വാല്യൂ തിയറം ഫോർ ഇന്റഗ്രൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ സി എന്ന് പറയുന്ന പോയിന്റ് ആക്ച്വലി എഫ് ഓഫ് എക്സിന്റെ ആവറേജ് തന്നെ. മനസ്സിലായോ? എവിടെ, എ തൊട്ട് ബി വരെയുള്ള ഇന്റർവെല്ലിൽ. നിങ്ങൾക്ക് ആ ഡിഫറൻസ് എക്സാക്ട്ലി ഇവിടുന്ന് തന്നെ കാണാം. ഡെറിവേറ്റീവിന്റെ മീൻ വാല്യൂ തിയറം നമ്മളോട് എഫ് ഓഫ് എക്സിന്റെ സ്ലോപ്പിന്റെ ആവറേജിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ മീൻ വാല്യൂ തിയറം ഫോർ ഇന്റഗ്രൽ എഫ് ഓഫ് എക്സിന്റെ ആവറേജിനെ കുറിച്ചാണ് പറയുന്നത്. മനസ്സിലായി? ഇതാണ് ബേസ് വ്യത്യാസം. സോ ഇത് നമ്മളോട് കൺഫേം ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ സി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഈ രണ്ട് തിയറം കൂടെ കമ്പൈൻ ചെയ്താൽ, ഇന്റഗ്രലിന്റെയും ഡെറിവേറ്റീവിന്റെയും കൂടെ കമ്പൈൻ ചെയ്താൽ എന്ത്, സി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഓക്കെ, ആ സി എന്ന് പറയുന്ന പോയിന്റിലെ വൈ വാല്യൂ എഫ് ഓഫ് സി എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സിന്റെ തന്നെ ആവറേജ് എവിടെ, എയുടെയും ബിയുടെയും ഇന്റർവെല്ലുള്ള. ആൻഡ് ആ സി എന്ന് പറയുന്ന പോയിന്റിലെ സ്ലോപ്പ് എടുത്താൽ അത് ഈ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ തന്നെ ആവറേജ് സ്ലോപ്പാണ്. ഏത്, എ എന്നും ബി എന്നും പറയുന്ന ഇന്റർവെല്ലുള്ള. സോ സി എന്ന് പറയുന്ന പോയിന്റ് തന്നെയാണ് ആക്ച്വലി എഫ് ഓഫ് എക്സിന്റെ ആവറേജ്. സി എന്ന് പറയുന്ന സോ അതുകൊണ്ട് സി എന്ന് പറയുന്ന പോയിന്റിലെ സ്ലോപ്പ് എടുത്താൽ നമുക്ക് എൻറ്റയർ ഫംഗ്ഷന്റെ സ്ലോപ്പ് കിട്ടും, സ്ലോപ്പിന്റെ ആവറേജ് കിട്ടും. ഏത്, എ എന്നും ബി ന്റെയും ഇടയിലുള്ള ഇന്റർവെല്ല്. ഇതാണ് ബേസ് വ്യത്യാസം. നിങ്ങൾ കണ്ണ് തോന്നുന്നു നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് ചിന്തിച്ച സംഭവം മനസ്സിലാവും. ഈ രണ്ട് തിയറിയോടും കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സാധനം നിങ്ങൾക്ക് മനസ്സിലായില്ല. ഞാൻ ഒന്നുകൂടെ പറയാം. സി എന്ന് പറയുന്ന പോയിന്റിൽ എയുടെയും ബിയുടെയും ഇന്റർവെല്ല് മറക്കില്ലേ. ഓക്കെ, മീൻ വാല്യൂ തിയറം പറയുമ്പോൾ ഒരിക്കലും ഇന്റർവെല്ല് മറക്കില്ലേ. എ
ബി എന്ന് പറയുന്ന ഒരു ഇന്റർവെൽ ഉണ്ടെങ്കിൽ അതിനിടയ്ക്ക് സി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട് എന്ന് മീൻ വാല്യൂ തിയറം നമ്മളോട് പറയുന്നുണ്ട്, ഒരു ഉറപ്പ് പറയുന്നുണ്ടെങ്കിൽ ആ സി എന്ന് പറയുന്ന പോയിന്റിലെ കറസ്പോണ്ടിങ് വൈ വാല്യൂ എഫ് ഓഫ് സി എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സിന്റെ ആവറേജ് ആയിരിക്കും ഈ എയുടെയും ബിയുടെയും ഇന്റർവെലിന്റെ ഇടയിൽ. അതുപോലെ സി എന്ന് പറയുന്ന പോയിന്റിലെ സ്ലോപ്പ് എടുത്താൽ അത് ഈ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ തന്നെ ആവറേജ് സ്ലോപ്പിനോട് സെയിം ആയിരിക്കും എയുടെയും ബിയുടെയും ഇടയിലുണ്ട് ഇന്റർവെലിന്റെ. ഓക്കെ, ഇതാണ് മീൻ വാല്യൂ തിയറി ഇവിടെ പറയുന്നത്. അപ്പൊ എന്താണ്, സിയെ കുറിച്ച് നമുക്കൊരു ക്ലിയർ ഐഡിയ കിട്ടിയേ. ഇനി നമ്മൾ ലാസ്റ്റ് ഒരു സാധനം കൂടെ പറയുന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇവിടെ ഒരു സാധനം പറഞ്ഞു വെച്ചില്ലേ, ഡെൽറ്റ എഫ് ഈക്വൽ ടു ആവറേജ് ഓഫ് സ്മോൾ എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡെൽറ്റ എക്സ് എന്ന്. അതെന്താന്ന് പറഞ്ഞുതരാം. ഈ ആവറേജ് ഓഫ് എഫ് ഓഫ് എക്സ് എന്താ നമ്മൾ ഓൾറെഡി ഇപ്പൊ പറഞ്ഞു, എഫ് ഓഫ് സി അല്ലേ. ഡെൽറ്റ എക്സ് എന്താ നമുക്ക് ഓൾറെഡി അറിയാം, ബി മൈനസ് എ. ഇത് രണ്ടും ഓർമ്മ വെച്ചേക്കണം. ഇനി ഈ കാണുന്ന ഡെൽറ്റ എഫ്, അതിലോട്ട് വരാം. ഡെൽറ്റ എഫ് എന്താണ് ആക്ച്വലി ക്യാപിറ്റൽ എഫ് ഓഫ് ബി മൈനസ് ക്യാപിറ്റൽ എഫ് ഓഫ് എ. അതല്ലേ നമ്മുടെ ഡെൽറ്റ എഫ്. അങ്ങനെയാണ് ഈ ക്യാപിറ്റൽ എഫ് ഓഫ് ബി മൈനസ് ക്യാപിറ്റൽ എഫ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താ, ഇത് ഈ കാണുന്നതല്ലേ, ഇന്റഗ്രൽ ഓഫ് എഫ് ഓഫ് എക്സ് ഡി എക്സ് ഫ്രം എ ടു ബി. ഇനി ഈ ഇന്റഗ്രൽ ഓഫ് എഫ് ഓഫ് എക്സ് ഡി എക്സ് ഫ്രം എ ടു ബി എന്ന് പറഞ്ഞാൽ എന്താ, ഈ കാണുന്ന ഹോൾ കർവിന്റെ അണ്ടറിലുള്ള ഏരിയ അല്ലേ. അതായത് നമ്മൾ ഒരുപാട് കൊച്ചു റെക്ടാങ്കിൾസ് ആയിട്ട് മുറിച്ചു. അപ്പൊ മുറിച്ചിട്ട് കിട്ടുന്ന ഓരോ റെക്ടാങ്കിളിന്റെ ഏരിയ എന്തോന്നാ, ഹൈറ്റിന്റെ വിഡ്ത്ത്. ഇവിടുത്തെ വിഡ്ത്ത് എന്തോന്നാ, ഡി എക്സ്. ഹൈറ്റ് എന്തോന്നാ, എഫ് ഓഫ് എക്സ്. അപ്പൊ ഏരിയ എന്തോന്നാ, എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡി എക്സ്. അപ്പൊ ഓരോ റെക്ടാങ്കിളിന്റെ ഏരിയ എന്താണെന്ന് ചോദിച്ചാൽ എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡി എക്സ്. അപ്പൊ ഈ കാണുന്ന ഹോൾ ഏരിയ കർവിന്റെ അണ്ടറിലുള്ള ഏരിയ കിട്ടണമെങ്കിൽ ഈ എല്ലാ റെക്ടാങ്കിളുകളെയും ഏരിയ സം ചെയ്താൽ പോരെ. ഓരോ റെക്ടാങ്കിളിന്റെ ഏരിയ എന്താണ്, എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡി എക്സ്. അപ്പം നമുക്ക് ആക്ച്വലി വേണ്ടുന്ന ഈ ഹോൾ പാർട്ടിന്റെ ഏരിയ കിട്ടണമെങ്കിൽ സം ഓഫ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡി എക്സ് അല്ലെ. അതായത് സം ഓഫ് ഓൾ സ്മോൾ റെക്ടാങ്കിൾസ് ഫ്രം എ ടു ബി. സോ ഈ കാണുന്ന ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് ആക്ച്വലി ഈ കാണുന്ന കർവിന്റെ എ തൊട്ട് ബി വരെയുള്ള ഈ പാർട്ടിന്റെ ഏരിയ അണ്ടറുടെ കർവാണ്. മനസ്സിലായോ? ഏത് ഈ കാണുന്നത്. അതായത് ബേസിക്കലി ഇവിടെ ഈ കാണുന്ന ഡെൽറ്റ എഫ് എന്ന് പറയുന്നത് ആക്ച്വലി ഈ കാണുന്ന ഏരിയ ആണ്. മനസ്സിലായോ? ആൻഡ് നമ്മൾ എന്താണ് അവിടെ പറഞ്ഞത്, ഡെൽറ്റ എഫ് ഈക്വൽ ടു ആവറേജ് ഓഫ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡെൽറ്റ എക്സ്. അതായത് നമ്മളോട് പറയുന്നത് എന്താ, ഈ കാണുന്ന ഏരിയ എന്ന് പറയുന്നത് ആവറേജ് ഓഫ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡെൽറ്റ എക്സ് എന്ന. അതായത് ആവറേജ് ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് സി. അപ്പൊ പറയുന്നത് എന്താ, ഡെൽറ്റ എഫ് ഈക്വൽ ടു എഫ് ഓഫ് സി ഇൻറ്റു ഡെൽറ്റ എക്സ്. മനസ്സിലായോ? അതാണ് ബേസിക്കലി ഇവിടെ പറയുന്നത്. അതായത് ജോമെട്രിക്കലി അതിന്റെ ആക്ച്വൽ മീനിങ് എന്താണെന്ന് ചോദിച്ചാൽ ഈ കാണുന്ന പാർട്ടിലെ ഏരിയ എന്ന് പറയുന്നത് എഫ് ഓഫ് സി ഇൻറ്റു ഡെൽറ്റ എക്സ്. ഓക്കെ, നമുക്ക് ഓൾറെഡി അറിയാം എന്താണ് ഈ ഡെൽറ്റ എക്സ് എന്നുള്ളത്, ബി മൈനസ് എ. ഓക്കെ, ഇനി ഒന്ന് എടുത്ത് നോക്കാം. ഇവിടെ ഡെൽറ്റ എഫ് എന്ന് പറഞ്ഞ ഒരു ഏരിയ. ഓക്കെ, ഏരിയ ഈക്വൽ ടു എഫ് ഓഫ് സി ഇൻറ്റു ഡെൽറ്റ എക്സ്. ഇവിടെ ഈ ഡെൽറ്റ എക്സ് എന്താ നമ്മൾ ഇവിടെ ഇമേജിൽ കണ്ടത്, ഒരു ലെങ്താ ബി മൈനസ് എ. അതായത് നോക്ക്, ഇത് കിടക്കുന്ന എങ്ങനെ നോക്ക്, ഏരിയ ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു സംതിങ്. ഇത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ ഫോർമാറ്റിൽ കിടക്കുന്ന ഒരു ഏരിയ? നമ്മുടെ റെക്ടാങ്കിൾ ഏരിയ എന്തോന്നാ, ഏരിയ ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഓക്കെ, ഇവിടെ ലെഫ്റ്റിൽ കാണുന്നുണ്ട് ഏരിയ ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു, അങ്ങനെ നീ ആവറേജ് ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ, അതായത് എഫ് ഓഫ് സി എന്ന് പറഞ്ഞാൽ ബ്രെഡ്ത്ത് അല്ലേ. നമ്മൾ ഓൾറെഡി ഇന്റഗ്രേഷനിൽ പറഞ്ഞ എന്താ, നമുക്ക് ഒരു ഏരിയയെ റീഅറേഞ്ച് ചെയ്ത് വേറെ ഷേപ്പിലാക്കി അതിന്റെ ഏരിയ കണ്ടുപിടിക്കുക. നമ്മൾ ഓൾറെഡി മറ്റേ സർക്കിളിനെ ഒരുപാട് കൊച്ചു പീസുകളാക്കി മുറിച്ച് റിങ്ങുകളാക്കി മുറിച്ച് ട്രയാങ്കിളാക്കി റീഅറേഞ്ച് ചെയ്ത് എഴുതി നമ്മൾ കണ്ടതാണല്ലോ. അപ്പൊ നമുക്കറിയാം ഈ കാണുന്ന മൊത്തം കർവിനെ വേണേൽ റീഅറേഞ്ച് ചെയ്ത് വേറൊരു ഷേപ്പിൽ കൊണ്ടുവന്നിട്ട് അതിന്റെ ഏരിയ കണ്ടുപിടിച്ചാലും മതി. ആൻഡ് ഇവിടെ എന്താ കിടക്കുന്നത്, ഏരിയ ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു സംതിങ് എന്ന് പറഞ്ഞ ഫോർമാറ്റാ. അതെ, അങ്ങനെയാണെ നമുക്ക് ഈ കാണുന്ന ഡെൽറ്റ എഫ്, ഈ ഏരിയയെ നമുക്കൊരു റെക്റ്റാങ്കിൾ ആക്കി റീഷേപ്പ് ചെയ്താൽ
ആ റെക്റ്റാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് ആക്ച്വലി എഫ് ഓഫ് സി ഇൻറ്റു ഡെൽറ്റ എക്സ് ആയിരിക്കും. മനസ്സിലായോ? അതാണ് ആക്ച്വലി ദ ജോമെട്രിക്കൽ ഇന്റർപ്രിട്ടേഷൻ ഓഫ് എന്താണ് മീൻ വാല്യൂ തിയറി ഓഫ് ഇന്റഗ്രൽ. മനസ്സിലായില്ല? ഞാൻ ജസ്റ്റ് ഒരു കാര്യം പറയാം. അതായത് നമുക്ക് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഒരു കർവ് കിട്ടിയെന്ന് വെച്ചാൽ ഈ കർവിന്റെ ഏരിയ നമ്മളോട് കണ്ടുപിടിക്കാൻ പറയാം. നമുക്കൊരു കാര്യം ചെയ്യാം. ഈ കർവിനെ റീഅറേഞ്ച് ചെയ്ത്, അതായത് അമക്കി ഞെക്കിയൊക്കെ പിടിച്ച് ഒരു റെക്റ്റാങ്കിൾ ആക്കാം. റെക്റ്റാങ്കിളിന്റെ ഉപകാരം എന്താ? റെക്റ്റാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഈ കാണുന്നതിന്റെ കൂട്ട് ഒരുപാട് കൊച്ചു കൊച്ചു റെക്റ്റാങ്കിളുകളാക്കി മുറിക്കുകയൊന്നും വേണ്ട. ഒരു വലിയ ഈ കാണുന്ന മൊത്ത കർവിനെ ഇടിച്ച് പരത്തി ഒരു വലിയ റെക്റ്റാങ്കിൾ ആക്കിയാൽ ആ റെക്റ്റാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ എന്തുകൊണ്ട് സുഖമാണ്? കാരണം ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. മനസ്സിലായോ? നമ്മൾ ഇവിടെ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ഈ ലെങ്തിനെ അതുപോലെ പ്രിസർവ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഹൈറ്റിനെ മാത്രം എന്താ ഇടിച്ച് നൂത്ത് റീഅറേഞ്ച് ചെയ്യാൻ പോവാം. അതായത് ഇപ്പൊ ഇവിടെ കുറച്ച് ഹൈറ്റ് കൂടുതലാണല്ലോ, അപ്പൊ ഇതിനെ വേണേൽ നമുക്ക് ഞെക്കിത്താക്കാം. ഇവിടെ കുറച്ച് ഹൈറ്റ് കുറവാണല്ലോ, ഇതിനെ വേണേൽ ഞെക്കി മേലോട്ട് പോക്കാം. അപ്പൊ എന്ത് ചെയ്യും? ഇതിനെ ഈ കാണുന്ന ബമ്പി കർവായിട്ട് കിടക്കുന്നതിനെ നമ്മൾ എന്ത് ചെയ്ത് എങ്ങനെ ഒരു ലെവല് ചെയ്താൽ നമുക്ക് ആ ലെവല് ചെയ്തതിന് ഒരു ഹൈറ്റ് കിട്ടുമല്ലോ. ആ ഹൈറ്റ് ആണ് ആക്ച്വലി എഫ് ഓഫ് സി എന്ന് പറയുന്നത്. അത് മനസ്സിലായില്ല? ഞാൻ നിങ്ങൾക്ക് ജോമെട്രിക്കലി കാണിച്ചു തരാം. അതായത് ഇവിടെ നോക്ക്, ഇതാണ് നമ്മുടെ എ എന്ന് പറയുന്ന പോയിന്റ്, ഇതാണ് ബി എന്ന് പറയുന്ന പോയിന്റ്, ഇതാണ് ഒരു സാൻഡ് ഡ്യൂൺ, ഒരു മണലിന്റെ ഒരു സംഭവം. ഞാൻ എന്ത് ചെയ്യാൻ പോവാ? ഇവിടെ മൊത്തം കുലുക്കാൻ പോയി സ്ഥലം. ഓക്കെ, അല്ലെ ഒരു റോളർ വല്ലതും കൊണ്ടുപോയിട്ട് ഇതിനെ ഫ്ലാറ്റ് ചെയ്യാൻ പോകും. ഫ്ലാറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഈ മണൽ കണ്ടേ റീഅറേഞ്ച് അത് കൂടുതലുള്ള ഭാഗത്തുനിന്ന് താഴോട്ട് ഇറങ്ങി പോകും. അപ്പൊ എന്ത് പറ്റും? കുറവുള്ള ഭാഗത്ത് മണൽ കൂടിയും വരും. കൂടി കണ്ടേ ആ മണല് ഫ്ലാറ്റ് ആയേ. ഇത് വീണ്ടും ശ്രദ്ധിച്ചു നോക്ക്. അൺഈവനായിട്ട് കിടന്ന് ഫുള്ളൊരു മണൽ സർഫസിനെ ഞാൻ ഒന്നി കുലുക്കിയോ റീഅറേഞ്ചോ സംഭവം ഞാൻ റീഅറേഞ്ച് ചെയ്തിട്ട് ഈവനാക്കി. ഓക്കെ, ഈവനാക്കി. ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, എന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റും എന്റെ എൻഡിങ് പോയിന്റും മാറിയിട്ടില്ല. ഞാൻ അൺഈവനായിട്ട് കിടന്ന ഹൈറ്റുകളെ സെയിം ആക്കി കൊണ്ടുവന്നുള്ളു. അങ്ങനെ അൺഈവനുകളായിട്ട് കിടക്കുന്ന ഹൈറ്റുകളെ ഫ്ലാറ്റ് ഔട്ട് ചെയ്ത് ഒരു ഫ്ലാറ്റ് ആക്കിയ ഒരു ഹൈറ്റ് കൊണ്ടുവന്നാൽ ആ ഹൈറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി എഫ് ഓഫ് സി ആയിരിക്കും. അതാണ് നമ്മുടെ മീൻ വാല്യൂ തിയറി ഓഫ് ഇന്റഗ്രൽ പറയുന്നത്. ഓക്കെ, അതായത് നമുക്ക് ചിലപ്പോൾ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് കർവുകൾ കിട്ടാം. അപ്പൊ ആ കർവിന്റെ ലെങ്ത് നമുക്കറിയാം, അല്ലെങ്കിൽ ഇന്റർവെല്ല് നമുക്കറിയാം, ബി തൊട്ട് എ വരെയാ. പക്ഷെ പല ഭാഗത്തും പല ഹൈറ്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ മീൻ വാല്യൂ തിയറി ആക്ച്വലി പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഈ കാണുന്ന കോംപ്ലിക്കേറ്റഡ് കർവിനെ ഇടിച്ചു പരത്തി ഒരു റെക്റ്റാങ്കിൾ ആക്കാം. അതിന്റെ റെക്റ്റാങ്കിളിന്റെ ലെങ്ത് നമുക്ക് ഓൾറെഡി അറിയാം, ബി മൈനസ് എ ആണ്. അതിന്റെ ഹൈറ്റ് എന്താണെന്ന് ചോദിച്ചാൽ അതാണ് എഫ് ഓഫ് സി. മനസ്സിലായോ? ഇതാണ് മീൻ വാല്യൂ തിയറം ഓഫ് ഇന്റഗ്രൽ നമുക്ക് തരുന്ന വേറൊരു കാര്യം. അതായത് നമുക്ക് ഒരു റെക്റ്റാങ്കിൾ ആക്കി റീഅറേഞ്ച് ചെയ്യാം. അതിന്റെ റെക്റ്റാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ സുഖമാണ്. നമുക്ക് അതിന്റെ ലെങ്ത് അറിയാം, ബി മൈനസ് എ ആണ്. അതിന്റെ ഹൈറ്റ് എന്താണെന്ന് നമുക്ക് അറിയണമല്ലോ. ആ ഹൈറ്റ് ആണ് എഫ് ഓഫ് സി. ഇത് ആവറേജ് ഹൈറ്റ്. മനസ്സിലായോ? ഇതാണ് സംഭവം. ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിയല്ലോ, സി എന്ന് പറയുന്ന പോയിന്റ് എന്താണ്, സി എന്ന് പറയുന്ന പോയിന്റിന്റെ റെലവൻസ് എന്താണ്, ഓക്കെ എന്നുള്ള എല്ലാം മീൻ വാല്യൂ തിയറി ഇവിടെ പറയുന്നത് എന്താണ്. ഇനി ഇതുമായിട്ടൊന്നും ബന്ധമില്ലാത്ത സാധനം, അതായത് നമ്മൾ നമ്മുടെ ഡെറിവേറ്റീവിൽ ലാസ്റ്റ് നിർത്താതെ പറഞ്ഞു വെച്ച് പോയൊരു കാര്യമുണ്ട്. ഓക്കെ, അതായത് അവിടെ ഒരു പ്രത്യേകതരം ഫോർമാറ്റ് വന്നപ്പം ഞാൻ വളരെ കോംപ്ലിക്കേറ്റഡ് ആക്കണ്ടെന്ന് വെച്ചിട്ട് ഒരു സാധനം ആക്ച്വലി പറയാതെ വിട്ടുപോയിട്ടുണ്ട്. അതാണ് ഇനി പറയാൻ പോകുന്നത്. അത് ഈ ഇപ്പൊ പറഞ്ഞ ഇന്റഗ്രലുകളുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല. കേൾക്കണമെന്നുണ്ടെങ്കിൽ അത് കേൾക്കാം, കാരണം അവിടെ കംപ്ലീറ്റ് ചെയ്യാതെ വെച്ചിരുന്ന് പോയൊരു സാധനമാണ്. അല്ല നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഗ്നോർ ചെയ്യാം. കാരണം ഇത് മനസ്സിലാവണേ മറ്റേ ടൈലർ സീരീസിന്റെ കുറച്ച് കാര്യമൊക്കെ അറിയണം. ലാസ്റ്റ് ടൈം മീൻ വാല്യൂ തിയറത്തിന്റെ ഡെറിവേറ്റീവ് പറഞ്ഞ വീഡിയോസ് ഒക്കെ കാണണം, എന്നാൽ മാത്രമേ ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. സോ നിങ്ങൾക്ക് അത് അറിയത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇവിടെ വെച്ച് നിർത്താം. ഇത് നിങ്ങൾക്ക് അത് അറിയണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം.